ഡ്യൂറന്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ മത്സരം ഇന്ന് പഞ്ചാബ് എഫ്സിക്കെതിരെ നടക്കുകയാണ്. ആ മത്സരത്തിനുള്ള മാച്ച് ഡേ സ്കോഡ് പ്രഖ്യാപിച്ചപ്പം ഏറെ ആശങ്കകളും സംശയങ്ങളും ജനിപ്പിച്ചുകൊണ്ട് രാഹുൽ KP ഇന്നും സ്കോഡിലില്ല. കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോൾ നേടി ഇഷാൻ പണ്ഡിതയും സ്കോഡിലില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ചെറുതായിട്ടൊന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ ഇറങ്ങുന്ന സ്കോഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ടീം ഇങ്ങനെയാണ്. ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് മാറ്റമില്ല, സോംകുമാർ വർമ്മ തന്നെയാണ്. പിന്നെ പ്രതിരോധ നിര താരങ്ങളിൽ മലയാളി താരമായിട്ടുള്ള സഹീഫ് വന്നിട്ടുണ്ട്, ഹോർമിപ്പാൻ റോയ്വയുണ്ട്, മിലോസ് ഡ്രിങ്കിച്ച് ഉണ്ട്, ഐബൻ ഡോഹലിംഗ് ഉണ്ട്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ മധ്യനിരയിലുണ്ട്. കഴിഞ്ഞ മത്സരത്തിലെ സ്റ്റാർ ബോയ് ഡാനിഷ് ഫറൂഖ് ടീമിലുണ്ട്. ഫ്രെഡി ലാലങ്മാവിയ, ജീക്സൺ സിംഗ് തനോജത്തിന്റെ അഭാവം പരിഹരിക്കാൻ അവിടെയുണ്ട്. പിന്നെ യോഷിൻബ മീറ്റൈ ടീമിലേക്ക് ആദ്യ 11ലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. പിന്നെ പെപ്ര നോഹെ, ഇത്രയും പേരാണ് മുന്നേറ്റ നിരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ നോറ ഫെർണാണ്ടസ് എന്ന ഗോൾ കീപ്പർ വന്നിട്ടുണ്ട്, സന്ദീപ് സിംഗ് ഉണ്ട്, ബ്രൈസ് മിറാണ്ടയുണ്ട്, പ്രീതം കോട്ടാലുണ്ട്, ഐമൻ ഉണ്ട്, ബികാഷ് സിംഗ് സഗോൽഷ ഉണ്ട്, അസറുണ്ട്, സൗരവ് മണ്ഡലുണ്ട്, നവോച്ച സിംഗ് ഉണ്ട്, പിന്നെ ശ്രീകുട്ടൻ VS ഉണ്ട്. അപ്പം ശ്രീകുട്ടൻ ഇന്ന് കളിക്കാൻ ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. ഇഷാൻ പണ്ഡിതയെ മാറ്റിയിട്ട് ശ്രീകുട്ടനെ ഉൾപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം ശ്രീകുട്ടനെ കളിപ്പിക്കുക എന്ന് തന്നെ ആയിരിക്കും നമുക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു ടീം കാണുമ്പം തോന്നുന്നത് എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്നുണ്ട്. ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് സച്ചിൻ്റെ പകരക്കാരൻ സോംകുമാർ വർമ്മ തന്നെയാണ് എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം സോമിന് കഴിഞ്ഞ ദിവസം, അങ്ങനെയും പറയാൻ പറ്റില്ല, കഴിഞ്ഞ ദിവസം സോംകുമാറിന് കാര്യമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടായില്ല. എന്നിരുന്നാൽ പോലും ഒരു കമാൻഡിങ് പവർ സോംകുമാർ വർമ്മ കാണിച്ചത് കൊണ്ട് തന്നെ നമുക്ക് സച്ചിനെക്കാട്ടിലും ഒരു കമാൻഡിങ് പവർ കാണിക്കുന്നതുകൊണ്ട് തന്നെ പ്രായത്തിൽ കുറവാണെങ്കിലും പ്രകടനത്തിലും ഇൻ്റർഫിയറൻസിലും മെച്യൂരിറ്റി കാണിക്കുന്നത് കൊണ്ട് തന്നെ സോംകുമാർ വർമ്മയിലേക്ക് ഇനി പ്രിഫറൻസ് പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല.